ഇത് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ നിവാസിയായ ലോലിത് വർഗീസിന്റെ അനുഭവ സാക്ഷ്യമാണ്. മദ്യപാനശീലത്താൽ തകർന്നുപോയ ഒരു പൂർവ്വകാലമുണ്ടായിരുന്ന ഈ വ്യക്തിയുടെ ജീവിതം നരകയാതനകളാൽ നിറഞ്ഞതായിരുന്നു. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട സാക്ഷ്യം. ഈ മാനവരാശിയുടെ പാപപരിഹാരത്തിനു വേണ്ടി അങ്ങ് ഗോൽഗോത്തായുടെ വിരിമാറിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എൻ്റെ പേര് ലോലിത് വർഗീസ് എന്നാണ്. ഈ ചാനലിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പിതാവ് അടിയനെ ഒരുക്കിയത് ഓർത്ത് ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വർഷിപ്പ് എന്ന് പറയുന്നത് ഓമല്ലൂരിൻ്റെ പ്രദേശത്ത് ബിനു വാഴമുട്ടം എന്ന് പറയുന്ന കർത്തദാസൻ്റെ സഫയിലാണ്. എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നാണ് എന്നെ ദൈവം വിളിച്ച് വേർതിരിച്ച് ഈ ചാനലിലേക്ക് അഭിമുഖത്തിനായിട്ട് കടത്തിക്കൊണ്ടുവന്നത്. ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ ദൈവസഭയിൽ നിന്നുകൊണ്ട് പറയുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പിതാവ് അടിയനെ ഒരുക്കുന്ന ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. എൻ്റെ സ്വദേശം പുനലൂരിനടുത്ത് പിറവന്തൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ കുടുംബത്തിലെ എൻ്റെ മാതാപിതാക്കൾക്ക് മൂത്ത ഒരു മകള് സൂസമ്മ എന്ന് പറഞ്ഞൊരു മകളുണ്ടായപ്പോൾ രണ്ടാമതൊരു മകനെ തന്നാൽ ഹന്ന പ്രാർത്ഥിച്ചതുപോലെ അവന് ദൈവരാജ്യത്തിന് ഉതകത്തക്ക രീതിയിൽ സുവിശേഷത്തിനായിട്ട് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഒരു നേർച്ച നേർന്നതാണ്. ഹന്ന പ്രാർത്ഥിച്ചതുപോലെ ഹന്ന പ്രാർത്ഥിച്ച പ്രാർത്ഥന അത് വിശ്വാസ ജീവിതത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു. എന്നാൽ എൻ്റെ അമ്മ ഒരു മകനെ വേണമെന്നുള്ള പ്രതീക്ഷയിലുള്ള പ്രാർത്ഥനയിലാണ് എനിക്ക് ജന്മം തരുന്നത് തന്നെ. അങ്ങനെ മണർകാട് പള്ളിയിലെ ഞാൻ ജനിച്ചു കഴിഞ്ഞാൽ അവൻ്റെ 12ാമത്തെ വയസ്സിൽ പൊന്നുന്നൂല് നേർച്ച നേർന്ന് ഉണ്ടായ മകനെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ ഞാൻ 10ാം ക്ലാസ് പാസ്സായി കഴിയുമ്പോൾ അച്ചൻപട്ടത്തിന് വിടാം കോട്ടയം സെമിനാരിയിൽ നിന്ന് ഉള്ള നേർച്ച നേർന്നു. ഇങ്ങനെ നേർച്ചകളുടെ തന്നെ ഒരു ഘോഷമായിരുന്നു. പിന്നെ സ്പോർട്സിനും ആർട്സിനും എല്ലാം ഞാൻ മിടുക്കനായിട്ട് പള്ളി കാര്യങ്ങളിലും എല്ലാം മിടുക്കനായിരുന്നു. അങ്ങനെ സ്പോർട്സ് കോട്ടയിൽ വോളിബോൾ പ്ലെയർ ആയിരുന്നു ഞാൻ. കേരള പോലീസിൻ്റെയൊക്കെ അഗൻസ്റ്റ് കളിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. SI ടെസ്റ്റ് പാസ്സായി പാലക്കാട് സ്പോർട്സ് സ്കൂളിലേക്കൊക്കെ സെലക്ഷൻ കിട്ടിയതാണ്. അതിലൊന്നും പോകാൻ ഇടവരാതെ വണ്ണം പരിശുദ്ധനായ പിതാവ് എന്നെ ഈ നിലയിൽ എത്തിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. എൻ്റെ ജീവിച്ചിരിക്കുന്ന ഈ സാക്ഷ്യം അനേകരുടെ മുമ്പിൽ വിളമ്പുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പിതാവ് അടിയനെ ഒരുക്കിയത് ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു. ഏതെങ്കിലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് നിത്യതയ്ക്ക് യോഗ്യതയായി തീരുവാണെങ്കിൽ അതിലെ പ്രശംസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിലാണ് തിരുവനന്തപുരത്ത് എയർപോർട്ടിലെ കസ്റ്റംസിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കടയുണ്ടായിരുന്നു, ഡ്യൂട്ടി ഫ്രീ ഷോപ്പ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും വെളിനാട്ടിലും ഒക്കെ വരുന്ന പാസഞ്ചേഴ്സിന് ഫോറിൻ സാധനങ്ങൾ A to Z സാധനങ്ങൾ സെയിൽസ് ചെയ്യുന്ന ഒരു സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ. അറൈവലും ഡിപ്പാർച്ചറിലുമായിട്ട് അന്നത്തെ കാലത്ത് 83-ൽ 2 കടയുണ്ടായിരുന്നു ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്. അതിനകത്ത് സെയിൽസിലെ എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ മദ്യവും സിഗരറ്റ്, ജോണി വാക്കർ, വിസ്കി, ജോൺ പ്ലെയർ, സിഗരറ്റ് ഇതൊക്കെ സെയിൽസ് ചെയ്യുമായിരുന്നു എൻ്റെ ജോലി. അതായത് ഇന്ത്യ രാജ്യത്തിന് ഫോറിൻ രാജ്യങ്ങളുമായിട്ടുള്ള കറൻസി കോണ്ടാക്റ്റ് വരുത്തുക എന്നുള്ളതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം. രാജ്യങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ്, സ്നേഹബന്ധങ്ങൾ പുകഴ്ത്തുക, മുമ്പോട്ട് പോകുന്നതായിരുന്നു. അതിനുവേണ്ടി ഇന്ത്യ ഒരുക്കിയ ഒരു 3 വിങ് ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പ്, ഒന്ന് ട്രാൻസ്പോർട്ടിങ്, ഒന്ന് കോവളം ITDC ഹോട്ടൽ. അതേ കോവളം ITDC ഹോട്ടലൊക്കെ ഇതിൻ്റെ വിങ്ങിലായിരുന്നു. എനിക്ക് 2% കൺസെഷൻ ഉണ്ടായിരുന്നു ഫ്ലൈറ്റിലും ഹോട്ടലിൽ താമസിക്കാനും ഒക്കെ. ഇതിൽ നിന്നും ഇത് 18ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുകയും ഇതെല്ലാം രുചിച്ച് നോക്കുവാൻ തക്കവണ്ണം ഇടയായി. അങ്ങനെ മദ്യത്തിന് അടിമയായി. മദ്യമില്ലാതെ കൊച്ചു പിള്ളേർ ഈ കുപ്പിപ്പാൽ കുടിക്കുന്ന പോലെ എനിക്ക് പെക്ക് മെഷർ ഉണ്ടായിരുന്നു. സഫാരി സൂട്ടായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും 2 പാക്കറ്റ് സിഗരറ്റ്, ഏതാണ്ട് അന്നത്തെ കാലത്ത് 2 പാക്കറ്റ് 555 സിഗരറ്റ് വലിക്കുമായിരുന്നു, 40 സിഗരറ്റ്. പിന്നെ വിസ്കി ഐസ് ട്യൂബിൽ ഇട്ടുകൊണ്ട് പിള്ളേർ കുപ്പിപ്പാൽ ഉറിഞ്ചി കുടിക്കുന്നത് പോലെ ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെ ലഹരിയിൽ അടിമപ്പെട്ട് ഇങ്ങനെ കഴിയുമായിരുന്നു. അവിടുത്തെ ഹോട്ടലിലൊക്കെ ചെന്നും വെച്ച് അവിടെയൊക്കെ ഈ ബ്രൗൺ ഷുഗറും ഒക്കെ കിട്ടുമായിരുന്നു, ഡിസ്പോസിബിൾ സിറിഞ്ച്, അത് കഞ്ചാവും ഒക്കെ കിട്ടുമായിരുന്നു. അത് ലാസ്റ്റ് മൂമെൻറ്റിൽ ഈ സിറിഞ്ച് വാങ്ങിക്കും. അന്നത്തെ കാലത്ത് അത് നിറച്ച് പെത്തേഡിൻ എന്നൊക്കെ പറയുന്ന സിറിഞ്ച് നിറച്ച് കിട്ടും. അതിന് 300 രൂപ വിലയാണ്. അത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും കുത്തിവെക്കുമ്പോൾ ഫ്ലൈറ്റ് യാത്ര ചെയ്യുന്ന പോലെ 4 മണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുന്ന ആ കണ്ടീഷനിലുള്ള ജീവിതമായിരുന്നു എനിക്ക്. രാത്രി കാലങ്ങളിൽ ഉറക്കമൊന്നുമില്ലായിരുന്നു. അന്ന് ഒരു യമഹ ബൈക്ക് എടുത്തു. ആ ബൈക്കിലായിരുന്നു ഞാൻ യാത്ര ചെയ്യുന്നതൊക്കെ. പോകുന്ന വഴിക്ക് എൻ്റെ വീട് പുനലൂര്, എൻ്റെ അടുത്ത പ്രദേശമാണ് പിറവന്തൂർ. ഞാൻ യാത്ര ചെയ്യുമ്പോൾ അഞ്ചൽ, ആയൂർ, സർവ്വ ബാറുകളിലും കയറി. അതായത്
ഈ ഇലക്ട്രിക് ലൈറ്റുകൾ എല്ലാം ഇട്ടിരിക്കും. അത് യാത്ര ചെയ്യുമ്പോൾ മാടി വിളിക്കും. ഇരുമ്പും കാന്തവും തമ്മിലുള്ള ആകർഷണം പോലെ ആൽക്കഹോളിക്ക് മാടി വിളിക്കും. അങ്ങനെ ബാറിലിറങ്ങി നിമിഷങ്ങൾക്കകം കുടിച്ച് ബുസായി കയറാനുള്ള ബാറുകളെല്ലാം കയറി നേരം വിളിക്കുമ്പോഴായിരിക്കും ഞാൻ വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ ഡ്യൂട്ടി 12 മണിക്കൂർ ഡ്യൂട്ടിയും 24 മണിക്കൂർ ഓഫുമായിരുന്നു. ഈ ഓഫ് സമയങ്ങളിലെല്ലാം ബാറുകളിലുമൊക്കെ ആയിരുന്നു അന്തി ഉറങ്ങുന്നതുമൊക്കെ. കൂട്ടുകാരും എൻ്റെ കൂടെ എപ്പോഴും ഒരു 10-12 പേര് എപ്പോഴും കാണുമായിരുന്നു. ഒരു ഷാപ്പിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ 50,000 രൂപയുടെ ബില്ല് തന്നെ കൊടുത്തിട്ടുണ്ട്. ഷാപ്പിൽ ഇരിക്കുന്നവരുടെ ബില്ല് കംപ്ലീറ്റ് ഞാൻ അടയ്ക്കേണ്ട സ്റ്റേജുമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രശ്നങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. അത് എന്നെ തിരുവനന്തപുരത്ത് കവിയത്രി സുഗതകുമാരി നടത്തുന്ന മെൻ്റൽ ഹോസ്പിറ്റലുണ്ട്, ഉളമ്പാറ എന്ന് പറയും. അവിടെ എല്ലാം എന്നെ കൊണ്ടുപോയതാ. വീട്ടുകാർക്ക് ഓമനപുത്രനായ നാട്ടുകാർക്കും എന്നെ കൊണ്ടുപോകാത്ത കേരളത്തിലും ബോംബെയുടെ പ്രദേശത്തും കൊണ്ടുപോകാത്ത ആശുപത്രികളില്ല. അവിടെ എല്ലാം ഡി അഡിക്ഷൻ സെൻ്ററാണ്. 22 ദിവസത്തെ കോഴ്സാണ് ഈ ആശുപത്രികളിലെല്ലാം. അങ്ങനെ തിരുവനന്തപുരം സുഗതകുമാരിയുടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ 22 ദിവസം കഴിയും. അത് കഴിഞ്ഞ് വീട്ടിൽ വരും. 10 ദിവസം മാത്രം, ഒരു മാസം ജോലി ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുനലൂർ ജയഭാരതം മെൻ്റൽ ഹോസ്പിറ്റലിൽ പ്രാന്ത്, എൻ്റെ രോഗമെന്ന് പറയുന്നത് സീസോഫിമിയ എന്ന് പറയുന്ന പ്രാന്തായിരുന്നു. മദ്യമില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. ആ ഒരു കണ്ടീഷനായിരുന്നു. മദ്യമുണ്ടെങ്കിൽ ഞാൻ പല്ല് തേക്കും, കുളിക്കും, വസ്ത്രങ്ങൾ കഴുകും. ഇല്ലെങ്കിൽ 10-16 ദിവസം ഒന്നും കുളിക്കാതെയും ഒക്കെ കിടക്കും, ഒരു നീറ്റുമില്ലാതെ. ആഹാരം കഴിക്കത്തില്ല. കൂടുതലും ഞാൻ കഴിക്കുന്നത് പച്ചമുളക്, കാന്താരി ഇങ്ങനെയൊക്കെയുള്ള അംശമായിരുന്നു വായിലിട്ടുകൊണ്ട്. മദ്യം കഴിക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് കിട്ടത്തില്ല. ഇങ്ങനെ എപ്പോഴും തലപെരുത്തി ഇങ്ങനെ നടക്കുമായിരുന്നു. എൻ്റെ ബുദ്ധി എല്ലാം മരവിച്ചു. അങ്ങനെ കുടിച്ച് എനിക്ക് വിറയിൽ കാലും കൈയും ഒക്കെ നല്ല വിറയിലായിരുന്നു. നടക്കാനൊക്കത്തില്ല. ഏതെങ്കിലും വീട്ടിൽ ചെന്നാൽ ഭിത്തിയെ പിടിച്ചേ നിൽക്കാനൊക്കത്തുള്ളൂ. രാത്രി കാലത്തിൽ കിടന്ന് അമറുമായിരുന്നു. അങ്ങനെ വീട്ടുകാരെല്ലാം എന്നെ പുനലൂർ ജയഭാരതം മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ആക്കുമായിരുന്നു. അവിടെ ഡോക്ടർ രാജൻ വർഗീസുമൊക്കെ ന്യൂറോബിൻ എന്ന് പറയുന്ന മാരകമായ ഇഞ്ചക്ഷനൊക്കെ എൻ്റെ ശരീരത്തെ കുത്തിവെക്കും. അങ്ങനെ രാത്രി കിടന്ന് വയലൻ്റ് ആകുമ്പോൾ ഡോക്ടറെ വായിലൊരു തടിക്കഷ്ണം പോലുള്ള ഒരു സ്പോഞ്ച് പോലുള്ള ഒരു സാധനം വായിൽ വെച്ചിട്ട് ഇലക്ട്രിക് ഷോക്ക് തരുമായിരുന്നു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇത്രത്തോളം ഷോക്ക് എനിക്ക് തന്നിട്ടുള്ളതാണ്. ഒരു മനുഷ്യന് എത്രത്തോളം കപ്പാസിറ്റി ഈ ഷോക്കിലൂടെ കിട്ടുമെന്ന് അവർക്ക് പോലും അറിയത്തില്ല. അങ്ങനെ ജീവിതം തന്നെ നരകയാതന അനുഭവിച്ച് എൻ്റെ ബന്ധുമിത്രാദികളോ ആരും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ആരും എങ്ങും കൊണ്ടുപോകത്തില്ല. ഇങ്ങനെ കുടിയാണ്. കുടിച്ചുകൊണ്ട് ഒരു 2-3 ലക്ഷം കോടി രൂപയെങ്കിലും മദ്യത്തിന് കളഞ്ഞു കാണും കൂട്ടുകാർക്കും വേണ്ടി. കൂട്ടുകാരെല്ലാം എന്നെ കൊണ്ടുപോയി എൻ്റെ പോക്കറ്റിലെ പൈസ എല്ലാം എടുത്ത് കുടിച്ചും വെച്ച് വീട്ടിൽ കൊണ്ടുവന്ന് സമയമാം രഥത്തിൽ നിന്നുള്ള പാട്ടും പാടി എൻ്റെ അപ്പനും അമ്മയും അവിടെ ഉള്ളപ്പോൾ അവരെ അടുത്ത് പറയും, അച്ചായനെ ഞങ്ങളില്ലായിരുന്നെങ്കിൽ ഷാപ്പുകാർ കൊന്നേനെന്നും പറഞ്ഞ് പോക്കറ്റിലുള്ള ബാക്കി കാശും അവരെടുത്തുകൊണ്ട് പോകുമായിരുന്നു. എനിക്ക് മൂത്ത ഒരു സഹോദരി ആയിരുന്നു സൂസമ്മ എന്ന് പറഞ്ഞ്, അവിടെ കല്യാണം കഴിപ്പിച്ച് വിട്ടു. 3ാമത് മോനി എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ട്. അവരെല്ലാം തിരുവനന്തപുരത്ത് സെറ്റിലായി കഴിയുന്നു. അവർക്കെല്ലാം വെറുപ്പമൊക്കെ ആയിരുന്നു. അങ്ങനെ അടിമാലിയിലെ ഒരു കണ്ണിൽ മരുന്നെഴുതുന്ന അച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അവിടെ അച്ഛനൊരു കണ്ണാടിപ്പെട്ടിയിൽ കയറി നിന്നുകൊണ്ട് സെക്യൂരിറ്റികളുണ്ട് അടിമാലിയിൽ. അവിടെ റൂമുകൾ പണിതിട്ടിരിക്കുക. അടിവാരമാണ്, മലയുടെ അടിവാരത്തൂടെ ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. അവിടെ പോയി കുളിക്കണം. എന്നിട്ട് അച്ഛന് മരുന്ന് കണ്ണിലെഴുതി കുടിക്കാനും തരും. അങ്ങനെ ഒരു 10-15 ദിവസം അവിടെ കിടക്കും. അങ്ങനെ വീട്ടിൽ ചെല്ലും, വീണ്ടും അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ അടൂരെ ഒരു അച്ഛൻ്റെ ജോൺസൺ അച്ഛൻ്റെ അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. കൊണ്ടുപോകാൻ ഇനി ഒന്നുമില്ല. അവസാനം കല്യാണം കഴിപ്പിച്ച കോട്ടയത്തുള്ള ട്രാഡ എന്ന് പറയുന്ന ഐമനം സെൻറ്ററിലെ മാർത്തോമ സഭയുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ എന്നെ കൊണ്ടിട്ടു. അവിടെ വെച്ചാണ് പത്തനംതിട്ടയുള്ള മേരിക്കുട്ടി എന്ന് പറയുന്ന റെയിൽവേ ജോലിക്കാരിയായ കൽക്കട്ട ജോലി ചെയ്യുന്ന പ്രിയ സഹോദരിയുടെ മകള് ഷെർലി എന്ന് പറയുന്ന മകളെ കൊണ്ടാണ് എന്നെ വിവാഹം ആലോചിക്കുന്നു. ഞാൻ അങ്ങനെ ഡോക്ടറോടെ എൻ്റെ അമ്മയപ്പനും കോട്ടയം ഐമനത്തുള്ള ട്രാഡ ഡി അഡിക്ഷൻ സെൻറ്ററിലെ ഡോക്ടറോടെ കള്ളം പറഞ്ഞുകൊണ്ടാണ് കല്യാണത്തിന് ആലോചനയ്ക്കായിട്ട് പത്തനംതിട്ട വീട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ എന്നെ കൊണ്ട് പ്രിയ സൗകര്യമായിട്ടുള്ള വിവാഹം നടക്കുകയാണ്. മിലിറ്ററി നേഴ്സായിരുന്നു അന്ന് പുള്ളിക്കാരി. ബോംബെ അശ്വനി ഹോസ്പിറ്റൽ കൊളാബായിലായിരുന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വിവാഹം. പിന്നെ ട്രാൻസ്ഫറായി ബീഹാർ റാഞ്ചിയിൽ കൊണ്ടുപോയി. ബീഹാറിൽ കൊണ്ടുപോകുമ്പോഴേ അവിടെയുള്ള മിലിറ്ററിയുടെ നേഴ്സായിരുന്നു. മിലിറ്ററിയിലെ കോട്ടയുണ്ട് അവർക്ക് 7 ബോട്ടിൽ വിസ്കിയും ബ്രാൻഡിയും എല്ലാം. അതൊക്കെ ഞാൻ പുതുമണവാളനായിട്ട് അവിടെ ചെല്ലുമ്പോൾ ഭയങ്കര പാർട്ടിയൊക്കെ തന്നു. മിലിറ്ററിയിലെ ക്യാൻറ്റീനിൽ പോയി ഗണപതി എന്ന് പറയുന്ന ഒരു പാലക്കാട്ടുകാരനെ ഒരു ഓഫീസറുണ്ടായിരുന്നു. അയാൾ എനിക്ക് യാത്ര ചെയ്യാൻ വണ്ടിയുമൊക്കെ തരുമായിരുന്നു. ആദിവാസി മേഖലയായിരുന്നു. അവിടുന്ന് പട്ടാളത്തിൻ്റെ വിസ്കിയും ബ്രാൻഡിയും ഒക്കെ തലേ ചുമന്ന് പുള്ളിക്കാരിയുടെ ഓപ്പ് ഇട്ടും വെച്ച് മൈതാനത്ത് പോയി കുടിച്ച് പേഞ്ഞ് ഇങ്ങനെ നടക്കുമായിരുന്നു. അവസാനം ഭ്രാന്ത് തന്നെ ആയി. മൂത്ത ഒരു മകള് ജനിച്ചു. ആ കുഞ്ഞിന്
2 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ബോംബെയിലെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റായി. ഡോക്ടർ എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ രക്ഷപ്പെടാൻ യാതൊരു വിധമായ പഴുതുകളുമില്ല. മെഡിക്കൽ സയൻസിലെ ഇദ്ദേഹത്തിനുള്ള രോഗം സീസോഫിമിയ എന്ന് പറയുന്ന മാരകമായ രോഗമാണ്. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ 2-3 പേര് രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിലൊരുവനാണ് ഞാൻ. അങ്ങനെ എന്നെ ഡോക്ടറുടെ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ എൻ്റെ ബന്ധുമിത്രാദികളും ഒക്കെ ഉണ്ട്. 2ാമത്തെ കുഞ്ഞ് എൻ്റെ വൈഫിൻ്റെ വയറ്റിൽ വളരുകയായിരുന്നു. ആ സമയമേ പത്തനാപുരത്ത് നാട്ടിൽ വന്നപ്പോഴും നേരത്തെ പത്തനാപുരത്തുള്ള ഒരു ഡോക്ടർ, ജോൺ ഡോക്ടർ പറഞ്ഞു, ഇദ്ദേഹത്തിന് കെട്ടിക്കേണ്ട മക്കൾ ഉണ്ടാകത്തില്ല എന്ന് വിധി കൽപ്പിച്ച ആണ് എനിക്ക് ദൈവം തമ്പുരാൻ 2 പെൺമക്കളെ തന്നു. മൂത്ത മോളുടെ പേര് ഏഞ്ചലിറ്റ് എന്ന, അവളിപ്പോഴേ ടെക്നോ പാർക്കിൽ ജോലി ചെയ്യുന്നു. 2 പിള്ളേരുണ്ട്. ഭർത്താവ് പ്രിൻസ് എന്ന് പറയും, ഒരു കറുത്തദാസനാണ്. 2 മക്കളെയും കെട്ടിച്ചത് പാഷന്മാരെ കൊണ്ട്. ഇളയ മകളെ കെട്ടിച്ചത് കരുനാഗപ്പള്ളിയിലെ തഴവായിലെ മണപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. മകന് കാനഡയിലെ AG സഭയിലെ പന്തളത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. ഇപ്പോൾ കാനഡയിലെ സർവീസ് ചെയ്യുന്നു. പഠിക്കാനുള്ള വിസയിലാണ് അവരവിടെ പോയിരിക്കുന്നത്. ഇളയ മോക്ക് ഒരു മകന് പിറന്നു. അവന് 5.5 വയസ്സുണ്ട്. ഗ്രഹാം സ്റ്റെയിൻ റോബിൻ എന്നാണ് മോൻ്റെ പേര് തന്നെ. ഇനിയും എന്നെ കൊണ്ടുപോകാൻ ഉള്ള സ്ഥലങ്ങൾ ചുരുക്കமாக കേരളത്തിലുമൊക്കെ ഞാൻ ചുരുക്കമായിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ജോലിയും കഴിഞ്ഞ് നാട്ടിലേക്ക് വരുമ്പോൾ ബന്ധുക്കാരും മിത്രാദികളും പെങ്ങന്മാരും എല്ലാം വെറുത്തു. അവസാനം എൻ്റെ വീട് വാർത്തിട്ടിരിക്കുമായിരുന്നു. വാർപ്പിൻ്റെ മേളിൽ കയറിയും വെച്ച് തിരുവനന്തപുരം ജംഗ്ഷനിലുള്ള ഒരു ഹിന്ദു സഹോദരിയുടെ വീട്ടിൽ വാറ്റ് ചാരായം ഉണ്ടായിരുന്നു. അവരവിടെ വീട്ടിൽ ചെന്നിട്ട് 2 കുപ്പി ചാരായം വാങ്ങിച്ചുകൊണ്ട് ഗ്ലാസ്സിലൊഴിച്ച് വീട്ടിലെ ടെറസിൻ്റെ മേളിൽ ഒരു ഇരുമ്പ് കട്ടിലും ഇട്ടുകൊണ്ട് ഞാനത് കുടിക്കാനായിട്ട് പൊക്കുമ്പോൾ മകനേ എന്നുള്ള വിളിയാണ് കേൾക്കുന്നത്. ഈ ചാരായത്തിനകത്ത് അലുമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് പോയി കുരുടാൻ വാങ്ങിച്ച് കണ്ടത്തിലിടാൻ, ആ നെല്ലിനടിക്കുന്ന കുരുടാൻ വേണമെന്ന് പറഞ്ഞ് തന്ന് കള്ളം പറഞ്ഞ് അണിതിട്ടിട്ട് ഇനിയും ജീവിക്കേണ്ട അമേരിക്കാമെന്ന് വെച്ച് അങ്ങനെ ചെയ്തപ്പോഴാണ് എൻ്റെ കൈക്ക് ആരോ പിടിച്ച് ഈ ഗ്ലാസ് തറയിൽ ഇടുന്നതായിട്ടുള്ള ശബ്ദമാണ്. എൻ്റെ കാലുകൊണ്ട് ബാക്കി കുപ്പിയും കൂടെ പൊട്ടിപ്പോകുന്ന ഒരു രംഗം ഉണ്ടായി. അങ്ങനെ കർത്താവിനുമായിട്ട് എന്നെ ഇരമ്യാവിനെ ദൈവം തമ്പുരാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവായിരുന്നപ്പോൾ കണ്ട തമ്പുരാൻ കർത്താവ് എന്നെ കണ്ടു. ആർക്കും എന്നെ നശിപ്പിക്കാനായിട്ട് എൻ്റെ ഫാദറിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ വന്നെ നോക്കിയിട്ടുണ്ട് വടിവാളെടുത്ത് വെട്ടാനായിട്ട്. ഞാൻ നാട്ടിലുള്ളപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കത്തില്ലായിരുന്നു. അവധിക്ക് വന്നപ്പോൾ അവനെ വടിവാളെടുത്ത് വെട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പറഞ്ഞു, വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പറഞ്ഞ് ബോംബെക്ക് വെളുപ്പാങ്കാലത്ത് യാത്ര തിരിച്ച് ബോംബെ ചെല്ലുന്നു. 16ാമത്തെ ദിവസം എൻ്റെ അമ്മ വിളിച്ച് പറയുന്നു, അവൻ്റെ ബന്ധുക്കാരനായ ഹരിജൻ തന്നെ കുത്തിക്കൊന്നെന്ന് പറയുന്നത് കേൾക്കുവാനിടയെ. അങ്ങനെ എൻ്റെ തലയിലെ ഒരു രോമം പോലും പറയണമെങ്കിൽ എൻ്റെ ദൈവം തമ്പുരാൻ പറയാതെ ഒന്നുമൊക്കത്തില്ല. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിൽ എത്രയോ നല്ലത് യഹോവയിൽ ആശ്രയിപ്പിക്കുന്ന തിരുവചന പ്രകാരം ഈ ലോകത്ത് ഈ ദൈവം തരുന്ന സ്നേഹം, ദൈവസ്നേഹം ഏറ്റുവാങ്ങി മുമ്പോട്ട് പോകുവാൻ തന്നെ തീരുമാനിച്ച് ശ്രേഷ്ഠ ജീവിതം ദൈവത്തിൽ സമർപ്പിച്ചു. അങ്ങനെ ഞാൻ വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. എൻ്റെ വൈഫ് ഓർത്തഡോക്സുകാരിയായിരുന്നു, ഞാൻ മാർത്തോമക്കാരനായിരുന്നു. പുള്ളിക്കാരി നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ബോംബെയിൽ പ്രദേശത്ത് വെച്ച് ഞാൻ ജോലിയിലിരിക്കുമ്പോൾ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ ഇവിടുന്ന് തന്നു. 1 വർഷം പണിഷ്മെൻറ്റ് തന്നു. ആ പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുടിച്ച് മദ്യപിച്ച് ഇങ്ങനെ നടക്കുന്നതിന് ഡിപ്പാർട്ട്മെൻറ്റ് പണിഷ്മെൻറ്റ് തന്നു. 1 വർഷം കഴിഞ്ഞ് ബോംബെക്ക് ട്രാൻസ്ഫർ തന്നു. അങ്ങനെ പുള്ളിക്കാരി എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് മിലിറ്ററി ജോലിയും രാജിവെച്ചാണ് ബോംബെയിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അമേരിക്കൻ മിഷണറി കപ്പൽ, സുവിശേഷ കപ്പൽ ചർച്ച് ഗേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് നങ്കൂരമിട്ടു. അവിടെ സുവിശേഷത്തിൻ്റെതായിട്ടുള്ള പുസ്തകങ്ങളും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ വൈഫ് എന്നോട് പറഞ്ഞു, അപ്പോഴും ഞാൻ മദ്യപിക്കുന്ന സമയമായിരുന്നു, നമുക്ക് ആ കപ്പലൊന്ന് കാണാൻ പോകണം. അങ്ങനെ ബോംബെയിലെ ഏറ്റവും വലിയ പോലീസ് ഓഫീസറുടെ അനുവാദം വാങ്ങിച്ച കപ്പൽ കാണാൻ പോകുമ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, ഒരു 500 രൂപ വേണം, എനിക്കൊരു പുസ്തകം വാങ്ങിക്കാനാണ്. എന്തിനാണെന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഒരു ബൈബിൾ വാങ്ങിക്കാനാണ്. 460 രൂപയുടെ ഒരു ബൈബിൾ വാങ്ങിച്ചു. ആർക്കാടി ഇത് ഒന്ന് കൊടുക്കാനെന്ന് പറഞ്ഞ് പുള്ളിക്കാരി ആ കപ്പലിൽ വെച്ച് തന്നെ ഞാൻ അടിക്കുകയുണ്ടായി. ആ ബൈബിളാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ദൈവത്തിനെ ആര് നിന്ദിക്കുന്നു അവരെ ശക്തമായിട്ട് എടുത്ത് പ്രയോഗിക്കുന്നതാണ് ദൈവം തമ്പുരാൻ. ദൈവത്തിന് വേണ്ടുന്നത് നാശകരമായ കുഴി കിടക്കുന്നവരെയും കുഴഞ്ഞ ചേറ്റിൽ നിന്നും നടക്കുന്നവരെയും ഒക്കെയാണ് കർത്താവിന് വേണ്ടുന്നത്. ഇടയബാലനായ ദാവീദിനെ സ്വർഗ്ഗ സിംഹാസനം വരെ ഉയർത്തിയ ഇസ്രായേലിൻ്റെ പരിപാലനാക്കിയതുപോലെ ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവൻ എങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി
എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും സ്ഥിരമാക്കിയ സ്വർഗീയ പിതാവിന് ഞാൻ 1000 നന്ദി കരയേറ്റുകയാണ്. കർത്താവെ, ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നതിന് എൻ്റെ ബന്ധുമിത്രാദികളും എല്ലാം വെറുത്തു. എൻ്റെ പെങ്ങന്മാരും ഒക്കെ വെറുത്തായിരുന്നു. ഇപ്പോൾ അവരെ തിരുവനന്തപുരത്തിൻ്റെ പ്രദേശത്ത് അവർ AG സഭയിലുമൊക്കെ കടന്നു പോകുന്നു. വിശ്വാസ ജീവിതത്തിലേക്ക് എൻ്റെ മാതാപിതാക്കൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു മരണത്തിലേക്ക് അകപ്പെട്ടു. ഞാനും എൻ്റെ വൈഫും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഓമല്ലൂരിൻ്റെ പ്രദേശം അഞ്ജലി ഓഡിറ്റോറിയത്തിലെ പാസ്റ്റർ ബിനു വാഴമുട്ടം അവരുടെ എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെൻറ്റർ എന്ന് പറയുന്ന ക്രിസ്തീയ സഭയിലേക്കാണ് കടന്നു പോകുന്നത്. അവിടെ ചെന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ വളരെ അനുഗ്രഹീതമായിട്ടുള്ള പ്രയറിലുമൊക്കെ പങ്കുചേരുവാനും ബിനു പാസ്റ്ററുമായിട്ട് പല സ്ഥലങ്ങളിലും പല ബ്രാഞ്ചസ് സഭയുണ്ട്. കാഞ്ഞിരംകുളം, തിരുവനന്തപുരം, LMB, എറണാകുളം, ഇങ്ങനെയൊക്കെ ഉള്ള സഭകളിൽ ഇനിയിപ്പോൾ ഈ ശനിയാഴ്ച വെളുപ്പിന് ഞങ്ങൾ പോകുന്നത് കട്ടപ്പനയാണ്. ഇങ്ങനെ അനേക സഭകളിൽ എൻ്റെ ജീവിച്ചിരിക്കുന്ന സാക്ഷ്യം അനേകരുടെ മുമ്പിൽ വിളമ്പുവാൻ തക്കവണ്ണം ദൈവം എനിക്കിടയായി. തളർന്ന മനസ്സും ശരീരവുമായി നിരാശയോടെ കടന്നുപോയ നാളുകൾ ഓർത്തെടുക്കുകയാണ് ലോലിത് വർഗീസ്. എൻ്റെ രോഗമെന്ന് പറയുന്നത് പ്രാന്ത്. ആ പ്രാന്ത് മാറ്റുവാൻ ആർക്കും കഴിയത്തില്ലെന്ന് ഡോക്ടർ വിധി കൽപ്പിച്ച ഞാൻ വയലൻ്റ് ആകുമ്പോൾ തന്നെ ആശുപത്രിയിൽ എന്നെ കൊണ്ടിട്ട് എൻ്റെ കാലിൽ തുണി വെച്ച് തോർത്ത് വെച്ച് ചുറ്റി വരിഞ്ഞ് കെട്ടിയും വെച്ച് എന്നെ ചങ്ങലയിൽ കൊളുത്തുമായിരുന്നു. കാര്യം വയലൻ്റ് ആവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ എന്നെ ഇട്ട് മൂത്രം ഒന്നും ഇല്ല, ആ കണ്ടീഷനായിരുന്നു. സ്പൂണിൽ വൈഫ് അന്നത്തെ കാലത്ത് വെള്ളം കോരി സ്പൂണിൽ തരുമായിരുന്നു. ബോംബെയിൽ വെച്ച് ഗെറ്റ്വെൽ ക്ലിനിക് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ആയിരുന്നു. ഡോക്ടർ ഹെലൻ ഡിസൂസ എന്ന് പറയുന്ന ഗോവൻ ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത്. എനിക്ക് ബുദ്ധിയെല്ലാം എൻ്റെ നശിച്ചു പോയി, കണ്ണിൻ്റെ കാഴ്ച പോയി, എൻ്റെ പല്ലിൻ്റെ ഇലാമിലും പല്ലും എല്ലാം കേടായി. അങ്ങനെ എൻ്റെ ഇപ്പോഴും വെച്ചിരിക്കുന്ന പല്ല് തന്നെ വെപ്പ് പല്ല വെച്ചിരിക്കുന്നതുമൊക്കെ. കർത്താവ് എനിക്ക് പുനർജീവൻ തന്നാണ്. മരിച്ച ലാസറിനെ ഉയർപ്പിച്ച സ്വർഗീയ പിതാവ് അടിയന് തന്ന ജീവനാണ് ഇത്. അനേകരുടെ മുമ്പിൽ വിളമ്പുവാൻ തക്കവണ്ണം സ്വർഗം എനിക്കിടയായി. എൻ്റെ സഹൃദരായ നല്ലവരായ കർത്തദാസന്മാർക്കും ഒക്കെയുള്ള നന്ദി ഞാൻ അറിയിപ്പിച്ചുകൊള്ളുന്നു. ഇപ്പം ഞാൻ താമസിക്കുന്നത് ചാത്തന്നൂരിൻ്റെ പ്രദേശത്ത് 2 വർഷമായി അവിടെയാണ് താമസിക്കുന്ന. ഒരു ചെറിയ വീടെടുത്ത് താമസിക്കുന്നു. എന്നെ വൈഫ് ടാറ്റ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. യോഗേശ്വരിയിൽ ഒരു ഷാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും അവിടുത്തെ ഡോക്ടറും പറഞ്ഞത് മെഡിക്കൽ സയൻസിൽ ഇങ്ങനെ ഒരു മരുന്നുകളില്ല. അതായത് സീസോഫിമിയ എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് പ്രാന്താകുന്നു. അങ്ങനെ എന്നെ എല്ലാവരുടെ കൂടി ബാന്ദ്രയിലുള്ള ഗെറ്റ്വെൽ ക്ലിനിക്ക് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനമായിട്ട് എന്നെ കൊണ്ടുപോകുന്നത് ആംബുലൻസിലാണ്. കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് ശ്വാസം മാത്രമേ ഉള്ളൂ, ബുദ്ധിയും എല്ലാം നശിച്ചു. അസ്ഥി കൂടമായി ഒരു അസ്ഥി മാത്രമേ ഉള്ളൂ. ഒരു സ്പൂണിലായിരുന്നു വെള്ളമൊക്കെ തരുന്നത്. അങ്ങനെ ഗെറ്റ്വെൽ ക്ലിനിക് എന്ന് പറയുന്ന ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹെലൻ ഡിസൂസ എന്ന് പറയുന്ന ഗോവൻ ഡോക്ടറായിരുന്നു. ഇന്ത്യൻ വൈസ് പ്രസിഡൻറ്റിനെ സെയിൽസിങ്ങിനെ ചികിത്സിച്ച ഒരു ഡോക്ടറാണ്. പുള്ളി എന്നെ കണ്ടിട്ട് പറഞ്ഞു, ഇനി ഈ മനുഷ്യനെ 2-3 ദിവസം മാത്രമേ ഉള്ളൂ, പിന്നെ രക്ഷപ്പെടാൻ പഴുതുകളില്ല. ദൈവവിശ്വാസമുണ്ടെങ്കിൽ ഈ പേപ്പറിൽ ഒപ്പിടാൻ എന്ന് വൈഫിനോട് പറയുകയും വൈഫ് ആ പേപ്പറിൽ ഒപ്പിടുന്നു. അങ്ങനെ എന്നെ 16ാമത്തെ റൂമിലേക്ക്, ബെഡ് നമ്പറിലേക്ക് എന്നെ കൊണ്ടുപോയി. എനിക്ക് ഒരു സെക്യൂരിറ്റിയുമൊക്കെ ഉണ്ടായിരുന്നു, ഹോം നേഴ്സുമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കൈ കാലുകൾ വയലൻ്റ് ആവുന്നതിന് കെട്ടിയിടുമായിരുന്നു. എന്നെ ചങ്ങലയിൽ കൊളുത്തിയിട്ടിരിക്കുമായിരുന്നു. 16ാമത്തെ ദിവസം കർത്താവായ യേശു ക്രിസ്തു എൻ്റെ മുറിയിലേക്ക് പ്രത്യക്ഷപ്പെടുകയും എന്നോട് 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയും, അന്ന് ഞാൻ ജോലിയിലായിരുന്നു, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തായിരുന്നു എന്നിരുന്ന എന്നോട് ചോദിച്ചു, നീ എന്നെ അനുഗമിക്കുമോ, കുടുംബം വേണോ, ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് നിൽക്കുമോ എന്ന്. അങ്ങനെ ഞാൻ അതെല്ലാം പറഞ്ഞതെല്ലാം അംഗീകരിച്ചു. അഗ്നി ജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോട്ടിന് സദൃശമായ സ്വർഗീയ പിതാവ് എൻ്റെ റൂമിലേക്ക് കടന്നു വന്നത് ഞാൻ ഒരു അഗ്നിയാൽ ഞാൻ കാണുവാൻ ഇടയായി. കർത്താവിൻ്റെ രൂപം എനിക്ക് കാണുവാനിടയായി. പിറ്റേന്ന് നേഴ്സ് ഓടിച്ചെന്ന് ഡോക്ടറോട് പറയുന്നു, ഡോക്ടറെ 16ാം നമ്പർ മുറിയിലെ പേഷ്യൻ്റ് കണ്ണു തുറന്നു, കൈകാലുകളിലെ ബന്ധിച്ചിരിക്കുന്ന കെട്ടുകൾ അഴിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുന്നേറ്റ് ഇരിക്കുന്നു. എനിക്ക് ഡോക്ടർ ചെക്കപ്പ് ചെയ്തപ്പോൾ ഒരു രോഗവുമില്ല. എൻ്റെ ഫയലുകൾ ആശുപത്രികളിലെ ഫയലുകളെല്ലാം ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് എന്നെ എപ്പോഴേ ഒരു രോഗമായിട്ട് എനിക്ക് കാണാൻ അങ്ങനെ ഒരു രോഗമേ വന്നിട്ടില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഇതൊരു മിറാക്കിൾ, ഇതൊരു അത്ഭുതമാണ് ഇത് നടന്നത്. അതുപോലെ മരിച്ച ലാസറിനെ ഉയർപ്പിച്ച ദൈവമാണ് എന്നെ സ്വർഗീയ പിതാവ് ഉയർപ്പിച്ചത്. നാട്ടിൽ തന്നെ വിളിച്ച് എൻ്റെ ബന്ധുക്കാർ പറഞ്ഞു അടക്കത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുക്കാൻ. അങ്ങനെ പന്തലുമൊക്കെ ഇടുകയും ബന്ധുക്കാരെല്ലാം നിലവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസരമായിരുന്നു. കർത്താവ് എന്നെ അതിശയകരമായിട്ട് പുനർജന്മം തന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാനെ എനിക്ക് ഇടയാക്കി. എന്നെ ഇത്രത്തോളം ആക്കിയത് എൻ്റെ വൈഫാണ്. ഒരു വിശ്വാസ ജീവിതത്തിലേക്ക് കടന്നു ഒരുപാട് ത്യാഗങ്ങൾ അനുഷ്ഠിച്ചു. വൈഫ് വിശ്വാസ ജീവിതത്തിൽ കടന്നു വന്നതിന് എൻ്റെ വീട്ടുകാരെന്നോട് പറയുമായിരുന്നു, അങ്ങനെ കണ്ടത്തിലടിക്കുന്ന പനാമർ എടുത്ത് അവൾക്ക് വായിൽ ഒഴിച്ച് കൊടുത്ത് കൊല്ലാനായിട്ട് വരെ നോക്കിയതാ, അവൾ ഇറക്കിയില്ല. അവസാനം അടുത്ത വീട്ടിലെ വാഴക്കണ്ടം
ചാട്ടമുണ്ട്. ആ വാഴപ്പാത്തിയിൽ പോയി 3 ദിവസം ഒളിച്ച് രാപ്പകൽ കിടക്കുമായിരുന്നു, ആരും കാണാതെ. പോച്ചയൊക്കെ വളർന്നു കിടക്കുന്ന വാഴപ്പാത്തിയിൽ. കാര്യം പുറത്ത് വന്നു കഴിഞ്ഞാൽ കൊല്ലും. അങ്ങനെ ചാട്ടവാറ് വെച്ച് അടിക്കുകയും കണ്ടം പൂട്ടി അടിക്കുന്ന വടി വെച്ചൊക്കെ അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ മുറുക്കെ പിടിച്ചു. ആ വിശ്വാസത്തിലൂടെ എനിക്ക് മുമ്പോട്ട് പോകാനും ഈ നല്ല ദൈവത്തെ രുചിച്ചറിയുവാനും ഒക്കെ സാധിച്ചതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാ. ഇന്ന് ദൈവത്തിന് വേണ്ടി ഞാൻ നിലകൊള്ളുന്നു. അനേക പാവികൾ മാനസാന്തരപ്പെടാൻ തക്കവണ്ണം എൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് ഉതകട്ടെ. അനേക കുടുംബ ജീവിതങ്ങൾ താറുമാറായി. മക്കൾ അപ്പനെ അടിക്കുന്നു, അപ്പനെ വെട്ടുന്നു, വടിവാൾ കൊണ്ട് വെട്ടുന്നു, ആങ്ങള പെങ്ങളെ നശിപ്പിക്കുന്നു, മദ്യത്തിലും മയക്കുമരുന്നുകളുമായി. ഇന്ന് TV മാധ്യമങ്ങളും പേപ്പറുകളും നോക്കി കഴിയുമ്പോൾ മദ്യവും മയക്കുമരുന്നിൻ്റെ അഭിഷേകം. ഗവൺമെൻറ് തന്നെ ഈ ബാറുകൾക്ക് തന്നെ ലൈസൻസ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ക്രിസ്ത്യാനികളുടെ ഇടയ്ക്കും ഇത് പെരുകിക്കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയിലും ഉപവാസത്തിലും അല്ലാതെ ഈ ജാതികളെ കെട്ടടക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിനല്ലാതെ കൗൺസിലിംഗ് സെൻറ്ററിലോ ഒന്നും പോയിട്ടൊന്നും ഒരു രക്ഷയുമില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇതിനൊരു പരിഹാര മാർഗം എന്ന് പറയുന്നത്. ദൈവദാസന്മാരുടെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിലൂടെ വിടുതൽ പ്രാപിക്കുക, അല്ലാതെ ഒരു രക്ഷയുമില്ല. അനേക കുടുംബങ്ങൾ, കോളേജ് സ്റ്റുഡൻസുമൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. മദ്യം ഇങ്ങനെ ലൈസൻസും എല്ലാം കൊടുത്ത് ഇത് പബ്ലിക്കായിട്ടും സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെയാണ്, TJ പാർട്ടികളും ഒക്കെ ആയിട്ട് അനേകർ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. പേപ്പർ നോക്കുമ്പോഴെല്ലാം വെട്ടിക്കൊലയും, നൊന്ത് പ്രസവിച്ച ജന്മം കൊടുത്ത മാതാവിനെയും ഒക്കെ കുത്തിക്കൊല്ലുക, സഹോദരനെ അടിച്ചു കൊല്ലുക, ടീച്ചറെ പ്രേമിക്കുക. ഈ മദ്യത്തിനെന്ന് പറയുന്നത് ഇത് ഒരു വേദനയില്ല. കുത്തിയാലും ശരീരത്ത് കത്തി ഇറക്കിയാലും വേദനിക്കത്തില്ല. പിന്നെ നാണോ എന്ന് പറയുന്നതിൽ ആരോടെ ഇരന്ന് വാങ്ങിക്കും. ശവക്കല്ലറയിൽ തന്നെ ചെന്ന് കിടന്ന് മദ്യപിക്കുന്ന ആളുകളുണ്ട്. ബഹുമാനമില്ല. പഠിപ്പിച്ച വാദ്യാരെ കണ്ടു കഴിഞ്ഞാൽ മുണ്ട് വരെ മടക്കി കുത്തി അവരുടെ മുമ്പിൽ എന്താടാന്നും പറഞ്ഞിരിക്കും. പിന്നെ ഇപ്പോഴുള്ള ചെറുപ്പക്കാരാണ് വാദ്യന്മാരെ, കോളേജിലൊക്കെ പെൺ വാദ്യാനികളെയൊക്കെ പിള്ളേർ പ്രേമിക്കുന്നവരെ കാലമായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് പറഞ്ഞതുപോലെ എൻ്റെ കർത്താവിൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ അവിടെ ചെന്നു. ഞാൻ വളരെ സമാധാനത്തിലെ യാത്രയും അനേകരുടെ മുമ്പിൽ ഇങ്ങനെ സാക്ഷ്യവുമായിട്ട് പോകുവാൻ കർത്താവ് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു വിടുതലിൻ്റെ ദിനങ്ങൾ ഇനിയും ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം ആരെങ്കിലും ഒരു പാവി മാനസാന്തരപ്പെട്ടാൽ അതിൽ സ്വർഗം സന്തോഷിക്കും. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം അനേക കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ വ്യക്തിയിൽ സംഭവിച്ച രൂപാന്തരം ഇന്നും അനേകർക്കും ഒരത്ഭുതമാണ്. അനേകം ക്രൈസ്തവ വേദികളിൽ തൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഇപ്പോൾ ലോലിത് വർഗീസ്. യേശുവിൻ സ്നേഹം പകർന്നിടുവാൻ, യേശുവിൻ സാക്ഷിയായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാ